ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്മസ് ആനന്ദത്തിൻ്റെയും ഉണർവിൻ്റെയും കാലഘട്ടമാണ്. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവുള്ള കാലം. ക്രിസ്മസ് പ്രകാശത്തിന് സദ്വാർത്തയാണ്. ലോകത്തിന് ദിവ്യപ്രകാശം ലഭിച്ച സുദിനം. കർത്താവിൻ്റെ പ്രകാശമാണ് എന്ന് സങ്കീർത്തനം ഉദ്ഘോഷിക്കുന്നു. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം. യേശുവിൻ്റെ അവതാരത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്നാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടുവെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം. ലോകത്തിൽ എല്ലാ മതങ്ങളിലും തിന്മയെ അന്ധകാരമായും ദൈവികതയെ പ്രകാശമായും കാണാറുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നാണല്ലോ ഭാരതീയ ഋഷിവര്യന്മാർ പ്രാർത്ഥിച്ചത്. ഇന്ന് തിന്മയും അഴിമതിയും അനീതിയും സ്വാർത്ഥതയും വിഭാഗീയ ചിന്തയും അത്യാർത്ഥ്യം കൊണ്ട് അന്ധകാരപൂർണമാണ് നമ്മുടെ അന്തരീക്ഷം. അന്ധകാരം ആധിപത്യം പുലർത്തിയ ലോകത്ത് പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഈശോ കാലിത്തൊഴുത്തിൽ പിറന്നു. അന്ധകാര ദേശത്ത് വസിച്ചിരുന്നവരുമേൽ പ്രകാശം പരന്നു എന്ന് യെശയ്യാ ദീർഘദർശിയുടെ പ്രവചനം ഈശോയിൽ പൂർത്തിയായി. ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തെ നയിക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. പാപാന്തകരം നീക്കി ലൗകിക മോഹങ്ങളാകുന്ന ഇരുൾ ദൂരീകരിച്ച് നിത്യജീവന്റെ പ്രകാശവും ദൈവത്തിൻ്റെ സമാധാനവും നമുക്ക് നൽകുവാൻ വന്നവനാണ് യേശു. മിശിഹായെ അനുഗമിക്കുന്നവർക്ക് ജില്ലയിലേക്ക് നയിക്കുന്ന പ്രകാശമായി തീരാം. കർത്താവ് അഗ്നിസ്തംഭത്തിലൂടെ ഇസ്രായേലിനെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചതുപോലെ ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹാ തന്നെ അനുഗമിക്കുന്നവരെ നിത്യജീവനിലേക്ക് നയിക്കുന്നു. ലത്തീൻ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് 4 തിരികൾ കത്തിച്ചുകൊണ്ടാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അതിൽ 1-ാമത്തെ തിരി പ്രത്യാശയുടെയും, 2-ാമത്തെ തിരി സമാധാനത്തിൻ്റെയും, 3-ാമത്തെ തിരി സന്തോഷത്തിൻ്റെയും, 4-ാമത്തെ തിരി സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. പ്രത്യാശയുടെ തിരി നമ്മോട് പറയുന്നത്, ഇരുട്ട് എത്ര കനത്താലും ഒരു ചെറിയ വെളിച്ചം മതി നമ്മെ ദിശ കാണിക്കാൻ എന്നാണ്. സമാധാനവും സന്തോഷവും സ്നേഹവും പ്രതിനിധീകരിക്കുന്ന മറ്റു തിരികൾ നമ്മളോട് പറയുന്നത്, ഇവയുടെ വിളക്കുകൾ ജീവിതത്തിൽ അനുദിനം തെളിയിക്കുവാനാണ്. ഇതുപോലെ 4 തിരികൾ നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. നന്മയുടെ ഈ തിരികൾ ജീവിതത്തെ തെളിയിക്കാൻ കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ സമൂഹം നന്മയാൽ പ്രകാശപൂരിതമാകും. മിശിഹായുടെ വെളിച്ചം ഇന്നും സഭയിലൂടെയും നന്മ ചെയ്യുന്നതിലൂടെയും ലോകത്തെ പ്രകാശിക്കുന്നുണ്ട്. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്കും പരസ്പരം കൂട്ടായ്മയുണ്ടാകും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവിടുത്തെ പ്രകാശത്തിലാണ് നാം സഞ്ചരിക്കേണ്ടത്. യേശു എന്ന പ്രകാശത്തിലൂടെ നടക്കുമ്പോഴാണ് നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു യേശുവിടെ പഠിപ്പിക്കലിൻ്റെ കാതൽ. അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന സന്ദർഭത്തിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന് വെളിച്ചമാകുവാനും വെളിച്ചത്തിന് മക്കളാകുവാനുള്ള കടമയുണ്ട് ഓരോ ക്രിസ്തു ശിഷ്യനും. അതുകൊണ്ടാണ് യേശു പ്രകാരം പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും നിറവേറ്റപ്പെടണം. നമ്മുടെ ജീവിതം ലോകത്ത് വഴിവിളക്കാകണം. അപ്പോൾ മാത്രമേ തിരുപ്പിറവിയുടെ സന്ദേശമായ സമാധാനവും ശാന്തിയും നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും സന്നിഹിതമാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി
നമുക്ക് പരിശ്രമിക്കാം. സൂര്യന് അതിൻ്റെ പ്രകാശം തന്നെ ഒതുക്കാൻ സാധിക്കുകയില്ല. അത് സ്പർശിക്കുന്നതിനെ എല്ലാം അത് പ്രകാശിപ്പിക്കുന്നത് പോലെ ദൈവകൃപ നിറഞ്ഞവർ നന്മ ചെയ്ത് ചുറ്റും സഞ്ചരിച്ച ഈശോയെ പോലെ എല്ലാവർക്കും പ്രകാശം പരത്തുന്ന വ്യക്തികളായി മാറാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അന്ധകാരത്തിൻ്റെ പിടിയിലമർന്ന് ജീവിക്കുന്നവരിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം ചൊരിയാൻ നമുക്ക് പരിശ്രമിക്കാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.